പ്രിയമുള്ള +1 സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഒരു കവിതയാണ് പഠിക്കുവാൻ പോകുന്നത്. കവിതയുടെ പേര് ഇഫ്. എഴുതിയത് റുഡ്യാർഡ് കിപ്ലിംഗ്. പക്ഷേ തലക്കെട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതേണ്ട് ഗ്രാമർ പഠിക്കാൻ പോവുകയാണ്. 2 അക്ഷരം കൊണ്ട് ഒരു കവി അമ്മാനമാടുന്ന ഒരവസ്ഥയാണ്. ഇഫ് എന്ന വാക്കിന്റെ അർത്ഥം എങ്കിൽ. ഈ എങ്കിൽ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. അപ്പോൾ ഫുൾ A+ കിട്ടുമായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് പഠിക്കുകയാണെങ്കിൽ. ഞാൻ പറയുന്നത് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെയോ, ഉചിതമായ രീതിയിൽ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുകയാണെങ്കിൽ A+ കിട്ടും. നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉചിതമായ രീതിയിൽ എഴുതി അത് A+ വാങ്ങിക്കണം. ഉചിതമായ രീതിയിൽ എഴുതുകയാണെങ്കിൽ A+ കിട്ടും. 10ാം ക്ലാസ്സിൽ 10A+ വാങ്ങിച്ചു എന്നും പറഞ്ഞുകൊണ്ട് +1-നോ +2-നോ ഫുൾ A+ കിട്ടണമെന്നില്ല. കിട്ടും. അതിനേക്കാൾ പഠിക്കുകയാണെങ്കിൽ മാത്രം. അപ്പൊ ഇഫ് കൊണ്ട് കളിക്കുന്ന കളി കണ്ടോണം. കവി പറയാൻ പോകുന്നത് ഇതിനേക്കാളൊക്കെ വിപുലമായ കാര്യങ്ങളാണ്. നമുക്ക് തോന്നും ഇഫ് എന്ന് പറഞ്ഞാൽ എന്തോ നമുക്കറിയാവുന്നല്ലോ, ഗ്രാമർ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്നൊക്കെ ഞങ്ങൾ 10ൽ പഠിച്ചു. അതെ, 10ൽ പഠിച്ചത് തന്നെ. പക്ഷെ കവിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കുക. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് ഹൈ, ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു are losing theirs and blaming it on you. If you can trust yourself when all men doubt you, but make allowances for their doubting too. If you can wait and not be tired by waiting, or being lied about, don't deal in lies. Or being hated, don't give way to hating. And yet don't look too good, nor talk too wise. വരികൾ ഞാൻ ഒന്നുകൂടെ ചൊല്ലാം. If you can keep your head when all about you are losing their and blaming it on you. If you can trust yourself when all men doubt you, but make allowance for their doubting too. If you can wait and not be tired of by waiting, or being lied about, don't deal in lies. Or being hated, don't give way to hating. And yet don't look too good, no talk too wise. എന്താണ് കവി പറഞ്ഞത്? ആദ്യത്തെ ഒരു സ്റ്റാൻസയിൽ 8 വരികളുണ്ട്. അതിൽ പറയുന്നത് ഇഫ് ചേർത്താണ്. ആ 8 വരിയിൽ തന്നെ 3 തവണ കവി ഇഫ് ഉപയോഗിക്കുന്നു. If you can keep your head when all
about you are losing this and blaming it on you. എന്താണ് ആ 2 വരിയിൽ പറയുന്നത്? If you can keep your head when all about you are losing this and blaming it on you. എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുന്നതായി കരുതിക്കൂ. അപ്പോഴും നീ തല ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ, ആരിനി എന്ത് പറഞ്ഞാലും നിനക്ക് പുല്ലുവിലയാണെന്ന് അർത്ഥം. ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, നിന്നിലുള്ള വിശ്വാസങ്ങളെല്ലാം മറ്റുള്ളവർക്ക് തകർന്നിരിക്കട്ടെ, നീ നിന്റെ തല ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ഉപേക്ഷിക്കുന്നു, എല്ലാവരും അവഗണിക്കുന്നു, എല്ലാവരും നമ്മളെ കുറ്റം പറയുന്നു. പക്ഷെ നമുക്കപ്പോഴും നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ, അതായത് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്കെല്ലാം നമ്മളെ വിശ്വാസക്കുറവായി, അപ്പോഴും നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത് നോക്ക്. വീണ്ടും കവി അതിന്റെ ആശയമൊന്നും പറഞ്ഞു നിർത്തിയില്ല. മറ്റുള്ളവരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നവിടെ പറഞ്ഞു നിർത്തിയിട്ട് അടുത്ത വീണ്ടും ഒരു കണ്ടീഷൻ വരികയാണ്. If you can trust yourself when all men doubt you, but make allowance for their doubting too. മറ്റുള്ളവരെല്ലാം നിന്നെ അവിശ്വസിക്കുന്നു, അപ്പോഴും നിനക്ക് നിന്നിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ ലോകം മൊത്തം നിന്നെ വെറുക്കുന്നു, അവിശ്വസിക്കുന്നു. പക്ഷെ നിനക്ക് നിന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിനക്ക് തലയുയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് നിന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ, അവർക്ക് ഇച്ചിരി അലവൻസ് കിട്ടിക്കോട്ടെ, സംശയിക്കുന്നവർക്ക് ഇച്ചിരി അലവൻസ് ഒക്കെ കിട്ടിക്കോട്ടെ, അവർ ചിലപ്പോൾ ഗോളടിച്ച് പൊയ്ക്കോട്ടെ. But make allowance for their doubting too. വീണ്ടും കവി ഇഫ് തൊട്ട് തുടങ്ങുന്നു. If you can wait and not be tired by waiting, or being hated, or being lied about, don't deal in lies. Or being hated, don't give way to hating. And yet, don't look too good, nor talk too wise. അപ്പോ എല്ലാവരും നമ്മളിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, അപ്പോഴും നമ്മൾ തല ഉയർത്തിപ്പിടിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വിശ്വാസം എല്ലാം പോയി, അപ്പോഴും നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ, മൂന്നാമത്തത് ക്ഷമയുണ്ടെങ്കിൽ. If you can wait and not be tired by waiting, കാത്തിരിക്കാൻ നമ്മൾ ക്ഷീണിതരല്ലെങ്കിൽ, ഇച്ചിരി പതുക്കെ മതി. ലോകം നമ്മളെ തിരിച്ചറിയാൻ ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കും. നമ്മൾ എത്ര നല്ലത് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ചെറിയ നിസാരപ്പെട്ട, നമ്മൾ പോലും അറിയാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ അവഗണിച്ചെന്ന് വന്നേക്കാം. നമ്മളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടരുത്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇനി ആരെങ്കിലും നമ്മളോട് കള്ളം പറയുന്നെന്നിരിക്കട്ടെ, നമ്മൾ മറിച്ചൊരു കള്ളമല്ല പറയേണ്ടത്. അപ്പോഴും നമ്മൾ നേരെ വാ നേരെ പോ. മറ്റുള്ളവർ നമ്മളെ വെറുക്കുന്നു, നമ്മളും സാധാരണ വെറുക്കാറേ ഉള്ളൂ. നമ്മളെ വെറുക്കുന്നവരെ നമ്മളും വെറുക്കുന്നു. എന്നാൽ കവി പറയുന്നു, മറ്റുള്ളവർ നമ്മളെ വെറുത്താലും നമ്മൾ അവരെ വെറുക്കാതിരിക്കുക. അപ്പോൾ വെറുക്കാതിരുന്നാൽ, ആരെല്ലാം നമ്മളെ അവഗണിച്ചാലും നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് തല ഉയർത്തി പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകം നമുക്ക് കീഴടക്കാമെന്നാണ് കവി പറയുന്നത്. ആ വരികൾ ഞാൻ ഒന്നുകൂടെ ചൊല്ലാൻ പോവുകയാണ്. കേട്ട് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് വരിക. If you can keep your head high
ആദ്യം മുതൽ, if you can keep your head when all about you are losing theirs and blaming it on you, if you can trust yourself when all men doubt you, but to make allowance for their doubting too, if you can wait and not be tired by waiting or being lied about, don't deal in lies, or being hated, don't give way to hating, and yet don't look too good nor talk too wise. അവസാനമായി കവി ആ സ്റ്റാൻസയിൽ പറയുന്നത്, നമ്മളങ്ങ് നല്ലവരാണെന്ന് നമുക്ക് തനിയെ തോന്നരുത്. ഞാനാണ് കേട്ടോ, അവരെന്തെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, അവരെന്തെല്ലാം കാണിച്ചിട്ട് ഞാൻ അവരോടൊന്നും കാണിച്ചില്ല, ഞാൻ ക്ഷമയോടുകൂടി എല്ലാം കാത്തിരിക്കുകയാണ്, എന്ന് കണ്ടോ എന്നെ കണ്ടുപിടി എന്നൊന്നും പറയരുത്. നമ്മൾ സ്വയം പുകഴ്ത്തരുത്. നോർ ടോക്ക് ടു വൈസ്, നമ്മളങ്ങ് ബുദ്ധിമാന്മാരാണെന്ന് ആരോടും പറയരുത്. സ്വയം പുകഴ്ത്തരുതെന്ന് കവി ചുരുക്കി പറയും. നമ്മൾ തല ഉയർത്തി നിൽക്കണം, നമുക്ക് നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം. ഈ 3 ക്വാളിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോകം കീഴ്പ്പെടുത്താൻ സാധിക്കും. ശത്രുക്കളോട് ശത്രുത വെച്ച് പുലർത്താതിരിക്കുക, കള്ളം പറയുന്നവരോട് മറിച്ചൊരു കള്ളം പറയാതിരിക്കുക, നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരോട് നമ്മൾ പുകഴ്ത്തിക്കെട്ടുക. അവരെ അല്പം പ്രയാസമുള്ള കാര്യമോ, അത്ര എളുപ്പമൊന്നും കരുതരുത്. ഹ്യൂമൻ സൈക്കോളജിക്ക് പറ്റാത്തതും എന്നാൽ ഹ്യൂമൻ സൈക്കോളജിക്ക് അനിവാര്യമായതുമായ ഒരു ഉപദേശം കൂടിയാണ് വെറും 2 അക്ഷരം എന്ന ഇഫ് എന്ന കവിതയിലൂടെ കവി പറയുന്നു. If you can keep your head when all about you are losing theirs and blaming it on you, if you can trust yourself when all men doubt you, but make allowance for their doubting too, if you can wait and not be tired by waiting or being lied about, don't deal in lies, or being hated, don't give way to hating, and yet don't look too good nor talk too wise. അടുത്ത സ്ഥാൻസയിൽ എന്താ പറയുന്നതെന്നും കൂടെ നോക്കാം. If you can dream and not make dreams your master, if you can think and not make thoughts your aim, if you can meet with triumph and disaster and treat those 2 impostors just the same, if you can bear to hear the truth you have spoken, twisted by nails to make a trap for fools, or watch the things you gave your life to broken and stoop and build them up with worn out tools. അതിനേക്കാൾ വലിയ ഉപദേശമാണ് അടുത്ത സ്റ്റാൻസയിൽ തരുന്നത്. If you can dream, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, പക്ഷേ സ്വപ്നങ്ങൾ നിങ്ങളെ നയിക്കാൻ പാടില്ല. നിങ്ങൾക്ക് സ്വപ്നം കാണാം, ദീർഘവീക്ഷണം ഉണ്ടാകാം. ഒരു കുട്ടി IAS ആഗ്രഹിക്കുന്നു, ആഗ്രഹത്തിൽ പുള്ളിക്കാരൻ എവിടെ ചെന്നാലും പുള്ളിക്കാരൻ IAS കാരനാണെന്ന മട്ടിൽ പെരുമാറുന്നു. അത് തെറ്റല്ലേ? അതല്ല. നമുക്കൊരു സ്വപ്നം ഉണ്ടാകണം, പക്ഷെ ആ സ്വപ്നം നമ്മളെ നയിക്കരുത്. നമ്മൾ എന്തിനെ നയിക്കണം? ഡ്രീംസിനെ നയിക്കണം. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ചില കുട്ടികൾ പറയും, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് IAS എടുക്കാൻ പോയിരുന്നു. കേട്ടാ തോന്നും IAS ആണ്ട് വഴി കിടക്കുന്ന സാധനമാണ്. എന്നിട്ട് അവരുടെ ഭാവവും മറ്റും എല്ലാം അതിലേക്കാണ്, അങ്ങ് IASലേക്കാണ്. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം, +2 കഴിയണം. IAS ആഗ്രഹിക്കുന്നതും നല്ലതാണ്, കവി പറയുന്നതും അത് തന്നെയാണ്. യു ക്യാൻ ഹാവ് എ ഡ്രീം, ബട്ട് നോട്ട് മേക്ക് യുവർ ഡ്രീംസ് യുവർ മാസ്റ്റർ.
നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ നയിക്കരുത്. നിങ്ങൾ എന്തിനെ നയിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കണം. അല്ലാതെ സ്വപ്നത്തിനടിമയായി നമ്മൾ പിന്നെ ഞാൻ IAS ആകും, ഞാൻ IAS ആകും, ഞാൻ IAS ആകും എന്ന് പറഞ്ഞ് നടന്നാൽ IAS ആകത്തില്ല. നമ്മുടെ പന്മന പഞ്ചായത്തിൽ ഒരാൾ പണ്ട് LD ക്ലർക്ക് കിട്ടി, പോയില്ല. പലരും ചോദിച്ചു, എന്താ നീ അത് കിട്ടിയിട്ട് പോകാൻ? ഞാൻ IAS എഴുതിയേ പാസ്സാകും. വേറൊരാൾ ചോദിച്ചു, IAS എഴുതിയാൽ പാസ്സാകുമോ? ഞാൻ IAS എഴുതും, പാസ്സാകും. പക്ഷെ അയാൾ എഴുതിയിട്ടുണ്ടാകാം, പാസ്സായിട്ടില്ല. പന്മന പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കവി പറയുന്ന ആശയം തന്നെയാണ്. യു ക്യാൻ ഹാവ് എ ഡ്രീം, നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇഫ് യു ക്യാൻ തിങ്ക്, നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിച്ചോ, പക്ഷേ ചിന്തകൾ നമ്മുടെ ലക്ഷ്യമാകരുത്. എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലൂടെ ചിന്തയെ നയിക്കണം. ചിന്ത എന്തിനെ നയിക്കരുത്? ലക്ഷ്യത്തെ നയിക്കരുത്. ചിന്തയെ ലക്ഷ്യത്തെ നയിക്കാൻ തുടങ്ങിയാൽ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. ലക്ഷ്യം ചിന്തയെ നയിച്ചാൽ എത്തേണ്ടടുത്ത് എത്താൻ പറ്റും. അതാണ് ശ്രദ്ധിക്കുന്നത്. If you can meet with triumph and disaster and treat those two impostors just the same. ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം, ലോട്ടറി കിട്ടാതിരിക്കുമ്പോൾ സങ്കടം. നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമ്പോൾ സന്തോഷമാണ്, ഇത്തിരി മാർക്ക് കുറഞ്ഞാൽ സങ്കടമാണ്. എന്നാൽ കവി പറയുന്നത് ദുഃഖത്തെയും സന്തോഷത്തെയും ഒരേപോലെ കാണുക. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ കാണും. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കം സ്വാഭാവികമാണ്. വെച്ചടി വെച്ചടി കയറ്റം, ഇച്ചിരി കയറി കയറി ചെല്ലുമ്പോൾ ഒരിറക്കം കാണും. അവിടുന്ന് വീണ്ടും കയറി കയറി വരാൻ നോക്കുക. ഒരിറക്കം അധപ്പതനമായി കാണരുത്. ഒരിറക്കം ഒരു കയറ്റത്തിലേക്കുള്ള തുടക്കമായി കാണും. ഇട്ടേച്ചോടൻ കവിയും പറയുന്നത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ട്രയംഫ് വിജയം, ഡിസാസ്റ്റർ ദുരന്തം, ഒരേപോലെ കാണും. രണ്ടിനെയും കവി മോൺസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഭീകരജീവി മോൺസ്റ്റർ എന്ന് പറഞ്ഞത്. രണ്ടിനെയും കവി വിശേഷിപ്പിക്കുന്നത് ഒരു ഭീകര വസ്തുവായിട്ടാണ്. ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇവിടുത്തെ രണ്ട് ഇമ്പോസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. എങ്ങനെ കാണണമെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? ട്രീറ്റ് ഈക്വലി. If you can bear to hear the truth you have spoken, twisted by the nails to make a trap for fools. ഇപ്പം നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു, അത് മറ്റൊരാൾ പറഞ്ഞു, അത് കേൾക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം. എന്നാൽ നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി പരദൂഷണങ്ങൾ പറഞ്ഞിറക്കുന്നു, അത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളങ്ങ് ഡെസ്പാകും. നമ്മൾ സന്തോഷം വന്നപ്പോൾ എങ്ങനെ അതിനെ നേരിട്ടോ, നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോഴും നമ്മൾ നേരിടുക. ഇച്ചിരി വിഷമമൊക്കെ വരും, നേരിടുക. ആ നേരിട്ട് അതിനെ അതിജീവിക്കാൻ പഠിക്കുക. പ്രതിബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടെടുക്കുക. വിജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടെടുക്കുക. ഒരു പരാജയം കൊണ്ട് ഒരു ജീവിതം അവസാനിക്കുന്നില്ല. ഒരു പരീക്ഷയിൽ തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. നമ്മുടെ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. അത് അകത്ത് വെച്ച് ഏറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാകാം, സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരാം. എല്ലാത്തിനെയും നമ്മൾ അതിജീവിക്കണം. അതിജീവിക്കലാണ് നമ്മുടെ കഴിവ്. Or watch the things you gave your life to broken and stoop and build up them with worn out tools. അതായത് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ വെച്ച് ചോടുകയല്ല വേണ്ടത്.
ജീവിതത്തെ നേരിടാൻ പഠിക്കുക. അപ്പോൾ ഇഫ് എന്ന കവിതയിലെ 2 സ്റ്റാൻസയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ വായിക്കുകയാണ്. If you can keep your head when all about you are losing theirs and blaming it on you, if you can trust yourself when all men doubt you, but make allowance for their doubting too, if you can wait and not be tired by waiting, or being lied about, don't deal in lies, or being hated, don't give way to hating, and yet don't look too good, nor talk too wise. If you can dream and not make dreams your master, if you can think and not make thoughts your aim, if you can meet with triumph and disaster, and treat those 2 impostors just at the same, if you can bear to hear the truth you have spoken, twisted by nails to make a trap for fools, or watch the things you gave your life to broken, and stoop and build them up with worn out tools. ഇത് വായിച്ച് പഠിക്കുക.